നമുക്ക് വൃത്തഭാഗങ്ങളിൽ അടുത്തൊരു ചോദ്യത്തേക്ക് നോക്കാം. 193 പേജില് മൂന്നാമത്തെ ഒരു ചോദ്യം ഉണ്ട്. നമുക്ക് എന്താണെന്ന് ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ചിത്രത്തിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ മൂലകൾ കേന്ദ്രമായും വശങ്ങളുടെ പകുതി ആരമായും ചാപങ്ങൾ വരച്ചിരിക്കുന്നു. ചിത്രത്തിൽ നീലഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്ര എന്നാണ് ചോദിച്ചത്. ഇവിടെ മക്കളെ നീല കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊരു പച്ച കളർ കൊണ്ട് വരച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നിങ്ങളൊന്ന് ക്ഷമിക്കട്ടാ. ഓക്കെ, നീലഭാഗത്തിന്റെ അല്ലെങ്കിൽ നീലഭാഗത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ഒന്നുകൂടി നമുക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ചിത്രത്തിൽ. ഓക്കെ, ചിത്രപടണ്ട് ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു സമഭുജ ത്രികോണം. ഓക്കെ, ഇയാള് സമഭുജ ത്രികോണാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? വശങ്ങളെല്ലാം തുല്യമായിരിക്കും, അതേപോലെ കോണുകളും തുല്യമായിരിക്കും. ഇവിടെ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇയാളും 4 സെന്റിമീറ്റർ ആണ്, ഇയാളും 4 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ആലോചിച്ച് വെക്കണം. സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണും 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഓരോ കോണും തുല്യമായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി എന്താ അടുത്ത് പറഞ്ഞ്? മൂലകൾ കേന്ദ്രമായും. അപ്പൊ 3 മൂലകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഒരു മൂല ഞാൻ എടുത്തു. മൂലകൾ കേന്ദ്രമായും വശങ്ങളുടെ പകുതി, ഇതാണ് വശം. വശത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4ന്റെ പകുതി 2 മക്കളെ, 2. പകുതി ആരമായും, പകുതി ആരമായും എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മൂല എടുത്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ ആരം എന്ന് പറയുന്നത്. ആരം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വൃത്തം വരും മക്കളെ. അപ്പൊ നമ്മളെ വൃത്തം ഏകദേശം ഈ ഒരു മോഡലിൽ വരും അല്ലെ? ഈ ഒരു മോഡൽ വരും. ഇവിടെ ഉണ്ടായിരിക്കും, അതേപോലെ ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്ന് മതിപ്പോ. ആരം കേന്ദ്രമായി എന്ന് പറയുമ്പോൾ ഇയാള് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ ഇയാളും 2 സെന്റിമീറ്റർ ആണ്, ഇയാളും എല്ലാവരും 2 സെന്റിമീറ്റർ ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഒക്കെ എന്താ? 2 സെന്റിമീറ്റർ ആണ്. ചാപങ്ങൾ വരച്ചിരിക്കുന്നു. പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയാണ് ചോദ്യം വായിക്കുക. ഓക്കെ, ചിത്രത്തിൽ നീലഭാഗത്തിന്റെ പരപ്പളവ് ഇവിടെ സെൻട്രലിൽ ഞാനൊരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കടാ. നമുക്കിത് കാണണമെങ്കിൽ എന്താ ചെയ്യാം? ഈ വലിയ ആള് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണാണ്. ഇയാളെ ഏരിയ നമ്മൾ കണ്ടെന്ന് വിചാരിക്കുക. കണ്ടു, ഒരു ഉത്തരം കിട്ടി. അതിന്ന് ഈ 3 ഏരിയയും ഇയാളെ ഏരിയയും കുറച്ചാൽ ഇയാളെ ഏരിയ കിട്ടൂലേ? അതെന്ത് ചെയ്ത്? വലിയ ഏരിയന്ന് ഈ 3 ആൾക്കാരെ ഏരിയയും കുറച്ചാ എന്ത് കിട്ടും? ഈ ഭാഗത്തിന്റെ ഏരിയ കിട്ടും. എടാ നോക്കടാ, ഇത് ഒരു വൃത്താംശമല്ലേ? വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ അല്ലേ? ഇയാള് വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ ആണ്. ഇയാളും അതേപോലെ വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ ആണ്. ഇയാളും അതേപോലെ വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ ആണ്. ഓക്കെ, ഈ വൃത്താംശം എടുക്കുക. റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. ഇയാളുടെ കേന്ദ്രകോൺ 60 ഡിഗ്രി ആണ്. അപ്പൊ ഇയാളുടെ സെയിം ആണ്. ഇയാളും സെയിം ആണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഒരേ വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ റേഡിയസും തുല്യമാണെങ്കിൽ ആ വൃത്താംശങ്ങളുടെ ഏരിയ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അതേപോലെ അയാളുടെ ചാപനീളങ്ങളും തുല്യമായിരിക്കും, അല്ലെങ്കിൽ ആർക്ക് ലെങ്ത്തും തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് ആർക്ക് ലെങ്ത്തിന്റെ ആവശ്യമില്ല, നമ്മൾ പറയുന്നത് ഏരിയന്റെ കാര്യം മാത്രമാണ്. അപ്പൊ ഇയാളുടെ ഏരിയ ഒക്കെ എന്താ? തുല്യാണ്. അപ്പൊ ഒരാളുടെ ഏരിയ കണ്ടാൽ പോരെ നിലവിൽ, എന്നിട്ട് അതിനനുസരിച്ച് ബാക്കിയോട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് കൊടുക്കുക, ഈക്വൽ ടു. വഴിയൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. പേപ്പർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ വഴി എഴുതിയാൽ മതി. ഇവിടെ ഏരിയ ഓഫ് ഷെയ്ഡർ റീജിയൻ എന്ന് കൊടുക്കാം, ഏരിയ ഓഫ് ഷെയ്ഡർ പോർഷൻ എന്ന് കൊടുക്കാം, നീലഭാഗത്തിന്റെ പരപ്പളവ് എന്ന് കൊടുക്കാം. നിങ്ങളെ മൈൻഡിനനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. നമ്മളെ കിട്ടാൻ എന്ത് വേണം? മൊത്തം മൊത്തം എന്ന് പറയുമ്പോൾ ആരാണടാ? ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണം ഒരു ത്രികോണാണ്. ആ ത്രികോണത്തിന്റെ ഏരിയ ഹാഫ് BH ആണെന്ന് നമുക്കറിയാം. അതിന്ന് മൊത്തം ഏരിയ എന്ന് നമ്മൾ എന്താ? ഈ 3 ആൾക്കാരെ, ഈ 3 സെക്ടറിന്റെ ഏരിയ കുറയ്ക്കുക. 3 സെക്ടർ ഉണ്ട്. 3 സെക്ടറിന്റെ ഏരിയ കാണാനുള്ള സമവാക്യം എന്താ? പൈ ഇൻറ്റു r² ഇൻറ്റു θ/360 ഡിഗ്രി ആണ്. ഓക്കെ, നോക്കടാ. ഹാഫ് നമുക്കറിയാം, ബേസ് ആരതാ? ഈ ട്രയാങ്കിളിന്റെ ബേസ് നമുക്കറിയാം, 4 അറിയാം. H നമുക്കറിയൂല. പക്ഷെ നമുക്കറിയണ ഒരു കാര്യമുണ്ട് മക്കളെ. ഒരു സമഭുജ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശം തന്നാൽ അതിന്റെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടത്. ഈ ഹൈറ്റ് കാണാനുള്ള സമവാക്യമാണ് a√3/2. നമുക്കറിയാം 4 ആണ്, ഒരു വശം 4 ആണ്. √3 നമുക്കറിയാം /2.
ടൂവും ക്യാൻസൽ ആയി 2 എന്ന് കിട്ടും. 2√3 എന്ന് കിട്ടും. ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണത്. 1/2 നമ്മൾ അതേപോലെ എഴുതി. ബേസ് നമുക്കറിയാം 4 ആണ്. 4 ഇൻറ്റു ഹൈറ്റ് നമുക്ക് കിട്ടിപ്പോയി 2√3 എന്ന് കിട്ടി. -3 അതേപോലെ എഴുതി. പൈ നമുക്കറിയാം ആരതാ, സെക്ടറിന്റെ അല്ലെങ്കിൽ ഒരു വൃത്താംശത്തിന്റെ എല്ലാ വൃത്താംശങ്ങളും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഒരാൾ കണ്ടാൽ 3 ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. റേഡിയസ് 2 ആണ്. അപ്പൊ 2² ഇൻറ്റു തീറ്റ എത്രയാ, 60, 360 ഡിഗ്രി. വീണ്ടും ഞാൻ പറയാണ് മക്കളെ, ടെക്സ്റ്റ് ബുക്കിൽ ഇയാൾക്ക് പകരം എക്സ് ആണ്. ഞാൻ ഇവിടെ തീറ്റ എടുത്തു. കേന്ദ്ര കോണായതുകൊണ്ടാണ് ഞാൻ തീറ്റ എടുത്തത്. നമ്മൾ എപ്പോഴും എക്സ് അല്ല എടുക്കല്, ഇപ്രാവശ്യം നമ്മൾ തീറ്റ എടുത്തു. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യാൻ പോവാണ്. 4 × 2 എത്രയാ, 2 × 4 8√3/2 -3 അതേപോലെ നമ്മൾ വെച്ചു. പൈ ഇൻറ്റു 2² 4 ആണ്. ഇൻറ്റു ഈ സീറോയും നമ്മൾ കട്ട് ചെയ്തു. 36ഉം 6ഉം നമ്മൾ കട്ട് ചെയ്യും. 36ൽ 6 ഉണ്ട്. 6 36 ആണ്. അപ്പൊ നമുക്ക് അടിയിൽ /6 ആയിരിക്കും വരിക അല്ലെ. ഇതാ പൈ ഇൻറ്റു 2² 4 ആണ്. /6 ഇതാ പൈ ഇൻറ്റു 6 ഈക്വൽ ടു 8√3/2 -3 ഇൻറ്റു 4 π/6. ഇതാണ് നമുക്ക് അവസാനം കിട്ടിയിട്ടുള്ളത് അല്ലെ. ഓക്കെ അതിൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. 8ഉം 2ഉം കട്ട് ചെയ്തു 4 എന്ന് കിട്ടും. 6ഉം 3ഉം കട്ട് ചെയ്തു 2 എന്ന് കിട്ടും. അവസാനം നമുക്ക് കിട്ടും 4√3 -4 π/2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 2നെയും 4നെയും നമ്മൾ കട്ട് ചെയ്യാം. എത്രയാ, 2 എന്ന് കിട്ടും. 4√3 -2π എന്ന് കിട്ടും. ഈ പൈക്കും √3ക്കും നമ്മൾ വാല്യൂ കൊടുത്തു വെക്കുക. അപ്പൊ എന്താ കിട്ടുക, 4 ഇൻറ്റു √3ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.73 ആണ്. അതേപോലെ -2 ഇൻറ്റു പൈ എന്ന് പറയുന്നത് 3.14 ആണ്. നമ്മൾ ഇയാളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക. ഓക്കെ, 4 × 3 12 ആണ്. 1 7 ഇൻറ്റു 4 × 7 28 and 29 അതിൽ 2 ഉണ്ടായിരിക്കും. 1 × 4 5 6.92. 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം, കിട്ടും. -2 × 4 8 ആണ്. 1 × 2 2 ആണ്. 3 × 2 6 ആണ്. 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. ഇയാളെ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 6.92 -6.28 എന്ന് കിട്ടും. ഓക്കെ ആണോ? 12 8 പോയാൽ 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 8 ആയിരിക്കും. 8 2 പോയാൽ 6 എന്ന് കിട്ടും. നമുക്ക് ലാസ്റ്റ് ആൻസർ 0.64 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഷെയ്ഡഡ് റീജിയന്റെ അല്ലെങ്കിൽ ഈ ഒരു നീലഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 0.64 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ ആണോ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. എടാ മക്കളെ, നമുക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നോക്കാം. ഇതാ ബോർഡ് ഇത്രയും കണ്ട് എഴുതിയാണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കാരണം നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഷോർട്ട് ആക്കിയിട്ട് സംഭവത്തിനെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വെട്ടിമുറിച്ച് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണം. എക്സാം ആകുമ്പോൾ നിങ്ങളെ ഐഡിയക്ക് ചെറുതാക്കി എഴുതിയാൽ മതി കേട്ടോ. നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ വശം 4 ആണെങ്കിൽ അതിന്റെ ഹൈറ്റ് കാണാനുള്ള സമവാക്യമാണ് a√3/2 എന്ന്. ഇയാളുടെ ഏരിയ കാണാനും നമുക്ക് അറിയണ്ടേ? കാരണം ഹാഫ് BH നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരൂല. കാരണം ഇയാളെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കുക. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ √3നെ സ്ക്വയർ ചെയ്യരുത്. സ്ക്വയർ ചെയ്യുമ്പോൾ a²√3/4 എന്ന് വരും. ഇതാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. ഒരു വശം തന്നാൽ ഏരിയ കാണാനുള്ള സമവാക്യമാണിത്. സ്ക്വയർ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട, ഒരിക്കലും സ്ക്വയർ ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കാൻ മാത്രമാണ് സ്ക്വയർ ഉണ്ട്. √3 നമ്മൾ ഒരിക്കലും സ്ക്വയർ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശം തന്നാൽ അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് കാണാനുള്ള സമവാക്യമാണ് a√3/2. അതിന്റെ ഏരിയ കാണാനുള്ള a²√3/4. ഓക്കെ, ഓർത്ത് വെക്കണം. ഹാഫ് BH നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഓക്കെ.